നമസ്കാരം. ഇന്ത്യയുടെ നാവികശക്തി പലമടങ്ങ് വർദ്ധിക്കാൻ ഉതകുന്ന തദ്ദേശീയ നൂതന അന്തർവാഹിനി INS അരീഘട്ട് ഉടൻ പ്രവർത്തന സജ്ജമാകാൻ ഒരുങ്ങുന്നു. വൻ ആണവായുധ സന്നാഹങ്ങളുള്ള INS അരീഘട്ടിന് സമയപരിധിയില്ലാതെ എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കാനാകുമെന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനോടകം പല പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ഫലമായി പുതുപുത്തൻ നവീകരണ സംവിധാനങ്ങളും ഈ അന്തർവാഹിനിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഈ ശക്തി പ്രകടന അന്തർവാഹിനിയുടെ വരവ് മറ്റ് രാജ്യങ്ങളിലും ആകാംക്ഷ ഉണർത്തിയിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ 980 മുതൽ 1400 അടി വരെ ആഴത്തിലേക്ക് പോകാൻ INS അരീഘട്ടിനാകും. ഇതിൽ 12K-15 LBM-കൾ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്. ഇത് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിന്റെ പരിധി 750 കിലോമീറ്റർ ആണ്. ഒരു ന്യൂക്ലിയർ റിയാക്ടറും ഈ അന്തർവാഹിനിക്കുള്ളിലുണ്ട്. അതിനാൽ ജലോപരിതലത്തിൽ മണിക്കൂറിൽ 28 കിലോമീറ്റർ വേഗതയിലും വെള്ളത്തിനടിയിൽ മണിക്കൂറിൽ 44 കിലോമീറ്റർ വേഗതയിൽ പോകാനും ഈ അന്തർവാഹിനിക്കാകും. ഇതുകൂടാതെ 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള 4 K4 മിസൈലുകളും ഇതിലുണ്ട്. 21 ഇഞ്ചുള്ള 6 ടോർപിഡോകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മിസൈലുകളും കടൽ ഖനികളും സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ധാരാളം ടോർപിഡോ ട്യൂബുകളുമുണ്ട്. അടുത്ത 2 മാസത്തിനുള്ളിൽ അന്തർവാഹിനി ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമാകുമെന്നാണ് സൂചന. കമ്മീഷന് ശേഷം 2016 നാവികസേന ഉൾപ്പെടുത്തിയ INS അരിഹന്തിനൊപ്പം INS അരീഘട്ടും ചേരും. ഇന്ത്യൻ നാവികസേനയുടെ ആണവ ഇന്ധനവും ബാലിസ്റ്റിക് മിസൈലുകളും ഘടിപ്പിച്ച രണ്ടാമത്തെ അന്തർവാഹിനിയായ അരീഘട്ട് അത്യാധുനിക SSBN ആണ്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഈ അന്തർവാഹിനി നിർമ്മിച്ചത്. ഇതിന്റെ ഭാരം 6000 ടണ്ണും നീളം ഏകദേശം 113 മീറ്ററുമാണ്. കൂടാതെ ഭീമളവ് 11 മീറ്ററും ഡ്രാഫ്റ്റ് 9.5 മീറ്ററുമാണ്. INS അരീഹന്തിനൊപ്പം പുതിയ INS അരീഘട്ട് അന്തർവാഹിനിയും നാവികസേനയിൽ ചേരുന്നതോടെ ഇന്ത്യയുടെ ഇരുതീരങ്ങളും കൂടുതൽ സുരക്ഷിതമാകും. മറ്റു രാജ്യങ്ങളുടെ ചങ്കെടുപ്പ് വർദ്ധിക്കുന്നതോടെ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പടക്കോപ്പുകൾ നിരത്താൻ തെല്ലൊന്നും അടിക്കും. അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിയുടെ നവീകരിച്ച പതിപ്പാണ് INS അരീഘട്ട്. ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള അഡ്വാൻസ് ടെക്നോളജി വെസൽ അഥവാ ATV പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണിത്. S3 എന്ന കോഡ് നാമവും ഇതിനുണ്ട്. അരീഘട്ട് INS-ന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിക്ഷേപണം 2017 നടന്നത്. INS അരിധാമാൻ എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഈ പേര് പിന്നീട് പുനർനാമകരണം ചെയ്തതാണ് INS അരീഘട്ട്. INS വിക്രാന്തിനൊപ്പം 2021 ഈ അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും കൂടുതൽ നവീകരണം മുൻനിർത്തി അത് മാറ്റിവെക്കുകയായിരുന്നു. INS അരീഹന്ത്, INS അരീഘട്ട് എന്നിവയ്ക്കൊപ്പം മൂന്നാമത്തെ അന്തർവാഹിനി നിർമ്മിക്കാനും ഇന്ത്യ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ നാവികശക്തിക്ക് മുതൽക്കൂട്ടായ INS അരീഘട്ട് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ബലം കൂട്ടുകയാണ്. അതോടൊപ്പം പൊതു സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇനിയും ഒരുക്കാനുള്ള കൂടുതൽ ഊർജവും ഇതോടെ രാജ്യത്തിന് കൈവരുമെന്നതിൽ തർക്കമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.